അതിർത്തിയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ദോഹയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, പാക് ആക്രമണത്തിൽ അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയായിരുന്നു അടിയന്തരമായ ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഉൾപ്പെടെ കടന്നത്. ദോഹയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണോ? അതെ ദിവ്യ, ഏകദേശം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പ്രകാരം അടിയന്തര വെടിനിർത്തലിന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സമ്മതിച്ചിരിക്കുകയാണ്. ഇതിൽ 4 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ വെടിനിർത്തലിന് ഇരു രാഷ്ട്രങ്ങളും സമ്മതിച്ചു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ശാശ്വത സമാധാനത്തിനായി ഒരു മെക്കാനിസം, ഒരു സംവിധാനം കൊണ്ടുവരുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ വെടിനിർത്തൽ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ യോഗങ്ങൾ ഉണ്ടാകും. നാലാമതായി, അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു സുപ്രധാന ചുവടാണ് നിലവിലെ വെടിനിർത്തൽ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഈ 2 ഭാഗത്തു നിന്നും, പാകിസ്ഥാനിന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫിന്റെ നേതൃത്വത്തിലുള്ള സംഘവും, അതുപോലെ അഫ്ഗാന്റെ ഭാഗത്തു നിന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ഈ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തത്. തുർക്കിയും അതുപോലെ ഖത്തറുമാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കിയത്. ദോഹയിലായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. ഒക്ടോബർ 9 മുതലാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അവരുടെ വെടിനിർത്തൽ ചർച്ചയിൽ എന്തൊക്കെ ധാരണകളാണ്, വ്യവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാമോ? അതെ, ഈ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനപ്പെട്ട 4 വ്യവസ്ഥകളാണ്. ഒന്ന്, അടിയന്തരമായി ഈ വെടിനിർത്തലിന് തീരുമാനിക്കുന്ന ഒന്നോ അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം വളരെ ഒരു 48 മണിക്കൂർ നേരത്തെ ഒരു വെടിനിർത്തൽ നേരത്തെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ പാകിസ്ഥാന്റെ ഒരു അഫ്ഗാൻ അതിർത്തിയിൽ ഉണ്ടായിരുന്നു. അതിലാണ് നേരത്തെ ദിവ്യ പറഞ്ഞ ക്രിക്കറ്റ് താരങ്ങളടക്കം കൊല്ലപ്പെട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് അടിയന്തരമായിട്ടുള്ളൊരു സമ്മേളനം ദോഹയിൽ ചർച്ച നടക്കുന്നത്. ഏതായാലും 9 ആരംഭിച്ച ഈ ഡെഡ്ലി ക്ലാഷിന്റെ ഒരു അവസാനം എന്ന നിലക്കാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാനത്തിലേക്ക് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട സംഗതി. എന്തായാലും ദോഹയിൽ നടന്ന ചർച്ചയിൽ അടിയന്തര വെടിനിർത്തലിന് ധാരണയായിരിക്കുകയാണ്. പാക് അഫ്ഗാൻ സംഘർഷത്തിന് ഇതോടുകൂടി അയവ് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകി.